ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകുന്നതെന്ന് വെച്ചാൽ കൊല്ലം ആശ്രമം മൈതാനത്ത് നടക്കുന്ന ഒരു ഫെസ്റ്റ് കാണാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയെന്ന് വെച്ചാൽ നമ്മുടെ ഓസീൻ എന്നുള്ള ഒരു കുറേ ഫിഷിൻ്റെയൊക്കെ ഒരു സെക്ഷനിലേക്കാണ് ഗൈസ്. അപ്പോൾ 150 രൂപയാണ് അവിടുത്തെ ഫീസ്. ഒരു നഷ്ടമില്ല ഗൈസ്, ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ളത് വെറൈറ്റി ഫിഷസൊക്കെ ഒരുപാട് അവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെന്ന ഭാഗം എന്ന് വെച്ചാൽ കുറേ ലവ് ബേർഡ്സ്, വെറൈറ്റി കിളികളൊക്കെ അതിന് ഫ്രീ ആയിട്ട് അവിടെ ഇട്ടേക്കുന്ന ഇതാണ് കേട്ടോ. അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല കിളികളുടെ സൗണ്ടും ഒക്കെ നമുക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ചെന്നത് നേരെ റോബോട്ട് സെക്ഷനാണ്. പറയാൻ വയ്യ ഗൈസ്, ആദ്യമായിട്ടാണ് ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റോബോട്ടിനൊക്കെ അടുത്ത് നിന്ന് കാണുന്നത്. അത് ഡോഗിൻ്റെ ഷേപ്പിലുള്ള റോബോട്ടാണ്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുവാണ് ഗൈസ്. പക്ഷേ അതിനെ കാണുമ്പോൾ പേടിയാവും പറഞ്ഞോണ്ട് കേട്ടോ. ചിലരൊക്കെ അതിൽ തൊടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടുത്തെ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. എല്ലാവരും അടുത്തിട്ട് പോയി എല്ലാവരെയും പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിധുവും അതും കുറച്ച് നേരം അവിടെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഇവർ ഡാൻസ് കളിക്കുന്നുണ്ട്. നേരെ അവരുടെ അടുത്തേക്ക് ഓടി വന്ന് ഡാൻസ് കളിക്കാൻ ശ്രമിക്കുകയും അവരെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾമാർ രണ്ടുപേരും എൻ്റെ ബാക്കിലേക്കായിട്ട് കയറിയിരുന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നമ്മുടെ മുതിർന്നവർക്കും കൊച്ചു കുട്ടികൾക്കും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവിടെ. അവർ നല്ല രീതിയിൽ കുറച്ച് നേരമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് അവിടുത്തെ റോബോട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അത് വെച്ചാൽ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഓരോ ആക്ടിവിറ്റിയും ആൾക്കാരെ പേടിപ്പിക്കാൻ നോക്കുന്നതും അതിൻ്റെ ചാട്ടവും ഓരോരുത്തരത്ത് വന്ന് പതുങ്ങി ഇരുന്നിട്ട് ഒരു ചാട്ടം, അങ്ങനെ അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാവുകയും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക്, കൊച്ചു കുട്ടികളായാലും ചില കൊച്ചു കുട്ടികൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ, അവർ നേരെ പോയി അതിനെ തൊടുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ. അവിടെ ഇതിനകത്ത് നല്ല പേടിയായിരുന്നു ആ സെക്ഷൻ കണ്ടിട്ട് തന്നെ. അവർ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചു. അതിന് ശേഷം നമ്മൾ പോയത് തൊട്ടപ്പുറത്ത് റോബോട്ടിൻ്റെ മനുഷ്യൻ്റെ രൂപത്തിലുള്ള റോബോട്ട് സെക്ഷനിലാണ്. അവിടെ ആണെങ്കിൽ അത് നമ്മുടെ ഹോട്ടലിലൊക്കെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള റോബോട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞിരിക്കും. അവരും പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ചെന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ സ്കൂബ ഡൈവേഴ്സ്, അത് കാണാൻ നല്ല രസമായിരുന്നു. നമുക്ക് തന്നെ വെള്ളത്തിൽ കയറി നിൽക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടുന്ന പോലെ തോന്നത്തില്ലേ? പക്ഷെ അവർക്ക് എത്ര നേരം നിന്നാലും അവർക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല കേട്ടോ ഗൈസ്. കുറേ നേരം കുറേ ഫിഷുകളുടെയൊക്കെ ഇടയിൽ അവരിങ്ങനെ ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അതിനിടയ്ക്ക് ഒരു മാവേലിയൊക്കെ വന്നു, മാവേലിയൊക്കെ കണ്ടു, കുറച്ച് നേരം അവരെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് കൊട്ടാരം. ഒരു കൊട്ടാരത്തിനകത്ത് വെള്ളം വീഴുന്നതും പിന്നെ അവിടെ ചെന്ന് നിധുവിനും അതും കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ ചെന്നത് എവിടെയാണെന്നറിയാമോ? മത്സ്യകന്യക, മർമെയ്ഡ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ ചെന്നപ്പോഴത്തേക്ക് മർമെയ്ഡിനെയൊക്കെ കണ്ട് നല്ല രസമാണ്. അതിനകത്ത് നിന്ന് അവർ ഫ്ലവർ കൊടുക്കുകയും പിന്നെ എന്താ പറയുക, കുറച്ച് പ്ലേയിങ് ഗിഫ്റ്റ്സ്, എല്ലാം പ്ലേയിങ് ഗിഫ്റ്റ്സ് കൊടുക്കുകയും അതിൽ അവരുടെ ആക്ടിവിറ്റീസൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. നേരത്തേക്ക് 2 പേരുണ്ടെന്നാണ് ഞാൻ കേട്ടത്, പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു ഗൈസ്. അവർ അതിനകത്ത് അവരുടേതായ രീതിയിലുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഐസ്ക്രീമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു ഗൈസ്. പിന്നെ നമ്മൾ നേരെ ചെന്നത് സീ ഫിഷ് കാണാനാണ് കേട്ടോ. സത്യം പറയാമല്ലോ, വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി സീ ഫിഷാണ് അവിടെ ഉള്ളായിരുന്നത് കേട്ടോ. കാണാൻ അടിപൊളിയായിരുന്നു. പക്ഷെ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കളർ മീനിൻ്റെ, അത് പറയാൻ നമുക്ക് പറ്റത്തില്ല ഗൈസ്, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അവിടെ നിന്ന് മിക്ക ആൾക്കാർ ആ ഭാഗത്ത് നിന്നിട്ടാണ് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തത്. അങ്ങനെ നമ്മൾ കുറേ നേരം സീ ഫിഷിനെ കണ്ട് നേരെ നമ്മൾ ചെന്ന്, സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. മർമെയ്ഡിനെ കാണാനും മാവേലിയെ കാണാനും കൊട്ടാരത്തിൻ്റെ വീഡിയോസും അങ്ങനെ കുറേ സംഭവം എടുക്കാൻ വേണ്ടി തന്നെ ഒരുപാട് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ചെന്നത് ഈ സാധനങ്ങളൊക്കെ
ബാഗ്സും പിന്നെ ചെരുപ്പും അങ്ങനെ കുറേ സംഭവം സെക്ഷൻ ഉണ്ടല്ലോ, ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ നമ്മൾ പോയി. പിന്നെ കുറച്ച് നേരമൊക്കെ ഇന്ന് പാനിപൂരി കുറേ അങ്ങനെ കുറേ സംഭവങ്ങൾ കഴിച്ചു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ കയ്യിൽ മൊത്തം സാധനങ്ങൾ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോയും ഫോണും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇതെൻ്റെ പുതിയ ചാനലാണ്, NN ബ്ലോഗ്, എൻ്റെ നിദാന ടു വേൾഡ് ചാനൽ.